നമസ്കാരം. ഞാനിതാ നമ്മളെ അർപ്പേക്കിൽ ഇവിടേക്ക് പേരെന്താ പറയാ, വയൽക്കര വിനോദേട്ടൻ എന്ന് പറഞ്ഞ ആളെ വീട്ടിലൊരു പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നതായിരുന്നു. ഞാൻ ആ പാമ്പ് വന്ന് നോക്കി. പാമ്പ് ആ സാധനമാണത്. കാട്ടുപാമ്പ് എന്ന് പറയുന്ന പാമ്പ്, ട്രിങ്കറ്റ് സ്നേക്ക് എന്ന് പറയും. തലയിട്ടിട്ട് മൂപ്പര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിനെ എടുക്കാൻ വേണ്ടി നോക്കട്ടോ. നിങ്ങൾ ആരും ഓടുന്നു വേണ്ട കേട്ടോ. പാമ്പിനെ ഞാൻ എടുത്തോളാം, നിങ്ങളവിടെ നിന്നോളി. ഇതിന് നമുക്ക് ഈ കമ്പി മതി എന്തായാലും. ഇതിവിടെ നിൽക്കട്ടെ, ഇത് ഒന്ന് ഓർമ്മാക്കണേ, ഇതിവിടെ വെച്ച് പോകാനും പറ്റില്ല. അപ്പൊ ഞാൻ അതിന് എടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ അവിടെ നിന്നോളിയേ. കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ആരും പേടിക്കലും വേണ്ട. ഇതാണ് കാട്ടുപാമ്പ് എന്ന് പറഞ്ഞ പാമ്പാണ് കേട്ടോ, ട്രിങ്കറ്റ് സ്നേക്ക്. ഇത്ര പണികളിൽ ഇത് സഞ്ചിയിലായി. നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, അത് അതിന്റെ പാട്ടിന് പോയിട്ടോ, അത് സഞ്ചിയിലാക്കി. അത്ര പണിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തെളിയിക്കാൻ വന്നിട്ട് കാരണം അവർ പിടിച്ചെന്ന് വിചാരിച്ച് പാമ്പിനൊന്നും പിടിക്കരുത് കേട്ടോ. അപ്പൊ ഒരു നിലക്കും ഇതേമാതിരി ആരും ചെയ്യരുത് കേട്ടോ. അവനെ അണലി വെള്ളിക്കട്ടനൊക്കെ ഉണ്ടാവും, നമ്മൾ ഇതേമാതിരി പിടിക്കുന്ന വ്യത്യാസപ്പെടാൻ പറയാൻ കഴിയില്ല. വെള്ളിക്കട്ടനൊക്കെ ഡേഞ്ചർ പാമ്പാണ്. ചാടി നല്ല ചാട്ടാ. വെള്ളിക്കട്ട അങ്ങോട്ട് പോകണ മാതിരില്ല, അതേമാതിരി സ്പീഡിൽ ഇങ്ങോട്ടും ചാടും. അതൊന്നും അറിയാൻ കഴിയില്ല. പിന്നെന്ന് പറഞ്ഞാൽ വെള്ളിക്കട്ടന്റെ കടിയൊന്നും എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല, മുറിയിലോ കല കാണൂല, വീക്കം കാണൂല. അപ്പൊ അതൊക്കെ വലിയ ഡേഞ്ചർ. അപ്പൊ പാമ്പിനെ കണ്ടാൽ ഉടനെ തന്നെ നമ്മളെ പോലത്തെ ആൾക്കാരെ ഇന്നല്ല ആരാണോ ഇത് പരിചയപ്പെട്ട് ഇതിന് അംഗീകൃതോ പോലെ വിളിച്ചാൽ റെസ്ക്യൂ ചെയ്യാം കേട്ടോ. ആരും ഒന്നും ചെയ്യൊന്നും ചെയ്യരുത്.